ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു ലോങ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള വ്ളോഗ്സ് എല്ലാം കൂടി ഒരുമിച്ചാക്കി ഒരൊറ്റ ലോങ് വ്ളോഗ് ആക്കിയാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയുള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കേട്ടോ. എനിക്കിതിൻ്റെ അകത്ത് കുറച്ചധികം ക്ലീനിങ്സ് ആണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ല. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 200 സംതിങ് എങ്ങാനേ ഉള്ളൂ. നല്ലൊരു ഓഫർ പ്രൈസിനെങ്ങാനും വാങ്ങിയതാണ് കേട്ടോ. ഈ രാത്രിയിൽ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ നോക്കുമ്പം റേറ്റ് ഇങ്ങനെ കുറവായിട്ട് തോന്നുമല്ലോ, അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ 4 സൈഡിലും അലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേ ഡൈനിങ് ഹാളായിരുന്നു. ഇതൊക്കെ മോൻ്റെ ടോയ്സാണ് കേട്ടോ എടുത്ത് വെക്കാനുള്ളത്. പിന്നെ തലേ ദിവസം ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടതുകൊണ്ട് അടിച്ചു വാരാനും തുടയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് അനിയത്തി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ആദ്യം ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഇതേ ബാത്റൂമാണ് കേട്ടോ ഇനി ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ബാത്റൂമും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ബാലുശ്ശേരി പോകണം കേട്ടോ. പിന്നെ ഈ ഒരു ചെറിയ ടോയ്ലറ്റിൻ്റെ ഇത് കണ്ടോ, ഇത് മക്കൾക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് പോട്ടിയൊക്കെ അവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബാത്റൂമിലേക്ക് അവർ ഇരുത്തുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് നമ്മളെ ടോയ്ലറ്റുമായിട്ട് യൂസ്ഫുള്ളാവും കേട്ടോ. പിന്നെ അതെ മോനെയൊക്കെ കുളിപ്പിച്ച് ഞാൻ എൻ്റെ പണികളൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് ഒതുക്കി ഞാൻ കുളിച്ച് ഒരുങ്ങി അനിയത്തിനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. പിന്നെ പുതുതായിട്ട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ബുക്ക്. പ്രേമനഗരം എന്ന് പറഞ്ഞിട്ടുള്ള ബിനീഷ് പുതുപ്പണെന്ന് പറഞ്ഞിട്ടുള്ള ആളുടെയാണ്. പിന്നെ അതേ ഞാൻ അനിയത്തിനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. പോയി അവളെയൊക്കെ കൂട്ടി വന്ന് അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. മാത്രമല്ല അവൾക്കൊരു ഫോണും വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. ഇതേ ഞാൻ എൻ്റെ ഈ പുതിയ വാച്ചിൻ്റെ കണ്ണി 2-3 കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് എടുത്തു. പിന്നെ അതേ തിരിച്ച് വന്നപ്പോൾ അതേ മക്കൾ അത്യാവശ്യം നന്നായിട്ടിരുന്ന് കളിക്കുന്നു, ടി വി കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വന്ന് ഞങ്ങളൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ നമ്മളെ വീട്ടിൽ പുതുതായിട്ട് 2-3 നാടൻ കോഴികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുങ്ങൾ മുട്ടയൊക്കെ ഇട്ട് തുടങ്ങി. ഇത് ഡേ 2 ആണ് കേട്ടോ. ഇന്നാണ് ശരിക്കും ഞാൻ എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ മൂകാംബികയെ പോകുന്നതിന് മുമ്പുള്ള ചെറിയ പ്രിപ്പറേഷനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം തുണികളൊക്കെ എടുക്കണം, തേച്ച് ഒതുക്കി പെറുക്കി പെട്ടിയിലാക്കി വെക്കണം. അതിന് മുമ്പ് വീട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ 2 ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ദിവസം അനിയത്തിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന് ഒരെണ്ണത്തിന് 199 വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് റേറ്റ് വന്നത്. അതിൻ്റെ അകത്ത് 100 റുപ്പീസ് ഓഫും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കൂപ്പൺ കാർഡും അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്കേർട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. എനിക്ക് കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ഞാൻ ഈ ഒരു സ്കേർട്ട് മാത്രമാണ് സാരി സെറ്റ് മുണ്ട കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ആ ഒരു കളറ് സ്കേർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. പിന്നെ അതേ പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ ഒതുക്കി പെറുക്കുകയാണ്. 2-3 ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഫുൾ പാക്ക് ചെയ്തത്. അപ്പം എനിക്ക് സഹായത്തിനായിട്ട് എൻ്റെ മോൻ തന്നെയാണ് കേട്ടോ സൈഡിലിരുന്ന് ഓരോന്ന് പെറുക്കി തരുന്നത്. അപ്പോൾ എനിക്ക് ഓരോ സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത്. ഒറ്റയടിക്ക് പാക്ക് ചെയ്യാൻ നിന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് സാധനങ്ങൾ മിസ്സാകുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ഓരോന്നും ലിസ്റ്റ് ചെയ്തിട്ട് ഓരോരോ പേഴ്സിൽ പോലെ ഇങ്ങനെ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അതേ മോൻ്റെ ഡ്രസ്സുകൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി. പിന്നെ അവന് ആവശ്യമുള്ള ഡൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടോ. ഇതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ആദ്യം സെറ്റ് ചെയ്യും. അപ്പോൾ അതേ നമ്മൾ ഡൈനിങ് ടേബിൾ ഓൾമോസ്റ്റ് നിറയാറായി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ കിച്ചൺ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് കോഴിക്കോട് പോകാനുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു ബാങ്കിലെ ലോണ് ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നു അമ്മേൻ്റെ. അപ്പോൾ അത് ഇന്ന് തന്നെ ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ ഏട്ടൻ വന്നതിന് ശേഷം നേരെ കോഴിക്കോട് പോവുകയാണ്. അപ്പം ഞങ്ങളവിടെ എത്താനായപ്പോൾ 5 മണിയൊക്കെ ആവാറായിട്ടോ. എന്തായാലും നമ്മൾ പോയ കാര്യമൊക്കെ നടന്നു.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ ശരിയാക്കിയ ശേഷം ഞങ്ങൾ SM സ്ട്രീറ്റിലൊന്ന് പോയി. ഏട്ടന് വാച്ചിൻ്റെ സ്ട്രാപ്പ് ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് മാത്സിലേക്കാണ് കേട്ടോ. ഞങ്ങൾ മാത്സ് പോകുന്ന സമയത്ത് അവിടെ ഓഫർ നടക്കുകയായിരുന്നു കേട്ടോ. അതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്നാലും മാത്സിൽ നിന്ന് വാങ്ങിയത് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ടീഷർട്ട് 999 ആണ് കേട്ടോ. പിന്നെ 3 സെറ്റ് സോക്സിന് 999. പിന്നെ ഞാനെടുത്ത ഈ ഒരു ടോപ്പിന് 999 ആണ്. പിന്നെ ഏട്ടനെടുത്ത ഈ ഒരു ടീഷർട്ടിന് 199 ആണ് കേട്ടോ. പിന്നെ അതേ തിരിച്ച് വന്ന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് ഷെഡിലിട്ടിട്ടുണ്ടായിരുന്ന തുണികളൊക്കെ എടുത്ത് ആദ്യം ഒന്ന് മടക്കി വെച്ചു കേട്ടോ. മടക്കി കഴിഞ്ഞ് അത് എടുത്ത് വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ അത് എടുത്ത് വെച്ച് ഞാൻ ആ റൂം ഒന്ന് ആദ്യം നീറ്റാക്കി ഇട്ടു കേട്ടോ. ഇനി വേണം എനിക്ക് പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി വീട്ടിലെ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ അത് ഈ കാണുന്ന 2 ബക്കറ്റ് തുണികളൊക്കെ ആറിടാനുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ആറിയിട്ട് വന്നതിന് ശേഷം നമ്മളെ പെട്ടിയൊക്കെ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമല്ലേ ഈ പെട്ടിയൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് പോകണം ഒരു ഷോളോ തുണിയൊക്കെ ഇട്ട് റാപ്പ് ചെയ്ത് അത് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് എൻ്റെ ഒരു ബാഗും അതുപോലെ ഏട്ടൻ്റെ കുറച്ച് ബുക്സും ഏട്ടൻ്റെ ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി നമ്മളെ തുണികളും വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടോയ്ലറ്റിൻ്റെ ഒരു മൂടിയാണ് കേട്ടോ. മോന് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു കവറിലാക്കിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അതേ ഏറെക്കുറെ നമ്മൾ പോവാറായി. അപ്പോൾ അതെ ഞാൻ ഈ ഒരു ഡ്രസ്സും ഇതിനൊരു പാൻറ്റുമാണ് കേട്ടോ. ഈ പാൻറ്റും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അത് 300 സംതിങ് അങ്ങനെയുള്ളൂ കേട്ടോ. നല്ല കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ അതെ ഞങ്ങൾ ഈ ഒരു ബാഗും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ബാഗിൽ വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കോഴിക്കോട് ബസ്സുണ്ട്. അപ്പം ബസ്സിനൊക്കെ ചെന്ന് നേരെ അവിടെ ചെന്നൊരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഞങ്ങൾക്ക് 12:45 1 മണീൻ്റെ അടുത്തായിരുന്നു ട്രെയിന്. അപ്പം ഞങ്ങൾക്ക് 4ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു കേട്ടോ ട്രെയിൻ വരുന്നത്. അപ്പം ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ സെറ്റിലായി. അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ രാത്രി ഞങ്ങൾ ട്രെയിനൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. എനിക്ക് ഏട്ടനും അപ്പർ ബർത്തും അമ്മയ്ക്ക് താഴത്തെ ബർത്തുമായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വ്ളോഗിൽ വരാം. മൂകാംബിക വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.